രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ തടഞ്ഞുവെച്ച സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ബിജെപി നഗരസഭാ കൗൺസിലർ മഹേഷ് ഉൾപ്പെടെ 5 പേരെയാണ് നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വഴി തടഞ്ഞതിനും തുഷാർ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനുമാണ് കേസ്. മഹേഷിനെ കൂടാതെ ബിജെപി RSS പ്രവർത്തകരായ കൃഷ്ണകുമാർ, ഹരികുമാർ, സൂരജ്, അനൂപ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിന് എത്തിയതായിരുന്നു തുഷാർ ഗാന്ധി. ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രകോപനപരമായി സംസാരിച്ചെന്നാരോപിച്ചാണ് ബിജെപി RSS പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാജ്യത്തെ ബാധിച്ച ക്യാൻസറാണ് RSS എന്ന് തുഷാർ ഗാന്ധി പറഞ്ഞിരുന്നു. RSSും സംഘപരിവാറും രാജ്യത്തിന്റെ ആത്മാവിൽ വിഷം കലർത്തിയിരിക്കുന്നുവെന്നും നാം ജാഗ്രതയോടെ കഴിയണമെന്നും തുഷാർ ഗാന്ധി പറയുകയുണ്ടായി. ഇത് RSSനെ ചൊടിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ടായിരുന്നു ബിജെപി RSS പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അതേസമയം തന്നെ തടഞ്ഞവർക്കെതിരെ നിയമ നടപടിക്കില്ലെന്നും തുഷാർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു. തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ കടന്നാക്രമണമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഗാന്ധിജിയെ വധിച്ചവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഈ വിദ്രോഹ സമീപനത്തിന് പിന്നിലുള്ളവരുടേത് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വിഷയത്തിൽ ജനാധിപത്യപരവും നിയമപരവുമായ നടപടിയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസെടുത്തതും പ്രതികളെ അറസ്റ്റ് ചെയ്തതും. അതേസമയം തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവം സംസ്ഥാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. തുഷാർ ഗാന്ധി ഇനിയും കേരളത്തിലേക്ക് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തലച്ചോറും നാവും അർബൻ നക്സലുകൾക്കും രാജ്യദ്രോഹികൾക്കും പണയം വെച്ച തുഷാർ ഗാന്ധിയുടെ ശ്രമം രാജ്യത്തെ താഴ്ത്തിക്കെട്ടാനാണെന്നാണ് BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷ് പറഞ്ഞത്. അതേസമയം കേരളത്തിലെ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് തുഷാർ ഗാന്ധിയോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞതിനു പിന്നാലെ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് തുഷാർ ഗാന്ധിയോട് അഭ്യർത്ഥിച്ച പ്രതിപക്ഷ നേതാവ് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. RSSന്റെയും BJPയുടെയും നടപടി മതേതര കേരളത്തിന് അപമാനമാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും അഭിപ്രായപ്പെട്ടു. ഗോഡ്സെയുടെ പ്രേതമാണ് BJPയെയും RSSനെയും ബാധിച്ചിരിക്കുന്നത്. ഗാന്ധിജിയെ തമസ്കരിച്ച ഗോഡ്സെയെ വാഴ്ത്തുന്ന വർഗീയ ശക്തികൾക്ക് കേരളത്തിന്റെ മതേതര മണ്ണിൽ സ്ഥാനമില്ല. രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് സംഘപരിവാർ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? മതേതര മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാണ് അവർ. ഫാസിസത്തിന്റെ വക്താക്കളായ RSSും BJPയും നടത്തിയത് ഗാന്ധി നിന്ദയാണ്. ഗാന്ധിജിയുടെ ചെറുമകനെ പോലും വെറുതെ വിടാത്ത BJP ഫാസിസ്റ്റ് ആണോ എന്ന് ഇനിയെങ്കിലും CPM വ്യക്തമാക്കണമെന്നാണ് സുധാകരൻ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്.